അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി അമ്മ കിളി കൂട്ടിൽ വർണ്ണ കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെരുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇടയ്ക്കെങ്കിലും നമുക്ക് തോന്നാറുണ്ട് മറ്റുള്ളവരെ ഒന്ന് സഹായിക്കണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ. തങ്ങളാൽ കഴിയും വിധം വചനം പഠിച്ച് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, അതുവഴി ദൈവത്തിന്റെ വചനത്തിന് സാക്ഷികളാകാൻ തയ്യാറായ കുറെ നല്ല മനസ്സുകൾ. അങ്ങനെ ഒരു ചിന്തയിലാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഉടലെടുക്കുന്നത്. താമരശ്ശേരി രൂപതയിലെ മാതൃവേദിയും ഷാലോൺ ടെലിവിഷനുമായി ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഓരോ എപ്പിസോഡ് കഴിയുന്തോറും നമ്മുടെ മത്സരം കൂടുതൽ കടുത്തതായി കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ പങ്കെടുക്കാനും വളരെ ആവേശത്തോടെ 3 ടീമുകളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ആദ്യമായി ടീം മിഖായേൽ. മിസ്സിസ് ബേബി ഫ്രാൻസിസ്, സെയിന്റ് മേരീസ് ചർച്ച്, തേഞ്ഞിപ്പലം. ആലീസ് ജോസഫ്, സെയിന്റ് മേരീസ് ചർച്ച്, തേഞ്ഞിപ്പലം. ഇവരെ സഹായിക്കാനായി ഇവരുടെ കൂടെ ഒരു സപ്പോർട്ടിംഗ് ടീമുമുണ്ട്. അവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം റാഫേൽ. ശാന്തമ്മ ജോസ്, സെക്രട്ടറി ചർച്ച്, പുന്നയൂർച്ചി. പ്രിൻസി ബിജു, സേക്രഡ് ചർച്ച്, പൊന്നിയാങ്കുറിശി. പുന്നയാങ്കുറിശിയിൽ നിന്നുള്ള ഒരു ടീമും ഇവരെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അവരെയും നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഇനി നമ്മുടെ മൂന്നാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം ഗബ്രിയേൽ. ലിസി ഷാരി, സെന്റ് മേരീസ് ചർച്ച്, ചിപ്പിലിത്തോട്. മേഴ്സി ലൂക്കോസ്, സെന്റ് മേരീസ് ചർച്ച്, ചിപ്പിലിത്തോട്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലേക്ക് ടീം ഗബ്രിയേലിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും സ്വാഗതം ചെയ്യുന്നു. ഏതൊരു ക്വിസ് പ്രോഗ്രാമിന്റെയും വിജയം എന്ന് പറയുന്നത് അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന അതിന്റെ ക്വിസ് മാസ്റ്ററുടേതു കൂടിയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട അജി അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒന്നാം ഘട്ടത്തിലെ വിജയകരമായ യാത്രയ്ക്ക് ശേഷം രണ്ടാം ഘട്ടത്തിലേക്ക് ധീരതയോടെ കടന്നു വന്നിരിക്കുന്ന ടീം മിഖായേൽ, ടീം റാഫേൽ, ടീം ഗബ്രിയേൽ, ഈ 3 ടീമിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 3 ടീമുകളാണ് ഈ എപ്പിസോഡിൽ മത്സരിക്കുന്നത്. 2 ടീമുകൾക്ക് മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശനമുള്ളൂ. 3 പേരും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്കിലും 2 പേർക്ക് മാത്രമാണ് അടുത്ത ഘട്ടം എന്നുള്ളതും ഓർത്തിരിക്കുക. ആദ്യത്തെ റൗണ്ട് വചനം തിരുവചനം റൗണ്ടാണ്. വചനം തിരുവചനം റൗണ്ടിൽ ഓരോ ടീമിനോടും 2 ചോദ്യങ്ങൾ, ഒരു പ്രധാന ചോദ്യവും ഒരു ഉപചോദ്യവും. 40 മാർക്കുകൾ. ഒന്നാമത്തെ ചോദ്യത്തിന് 30 മാർക്ക്, രണ്ടാമത്തെ ചോദ്യത്തിന് 10 മാർക്ക്. നിങ്ങൾക്ക് ശരിയായ ഉത്തരം അറിയില്ലെങ്കിൽ, ടീമിന് ശരിയായ ഉത്തരം അറിയില്ലെങ്കിൽ സപ്പോർട്ടിംഗ് ടീമിന് നിങ്ങളെ സഹായിക്കാവുന്നതാണ്. പകുതി മാർക്ക് ആ ടീമിന് നൽകുന്നതുമാണ്. സപ്പോർട്ടിംഗ് ടീം ശരിയായ ഉത്തരം പറഞ്ഞാൽ, തെറ്റായ ഉത്തരമാണ് പറയുന്നതെങ്കിൽ തൊട്ടടുത്ത ടീമിലേക്ക് ചോദ്യം പാസ് ചെയ്യപ്പെടും. അവർക്ക് ശരി ഉത്തരം പറഞ്ഞാൽ പകുതി മാർക്ക് നൽകുന്നതാണ്. 30 സെക്കൻഡാണ് നിങ്ങളുടെ സമയം. ആദ്യ ചോദ്യം ടീം മിഖായേലിനോട്. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം പുറത്താക്കി നാണയമാറ്റക്കാരുടെ മേശകൾ തട്ടിമറിക്കുകയും
പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങൾ അവൻ മാറ്റുകയും ചെയ്തു. അവൻ പറഞ്ഞു, എന്താണ് അവൻ പറഞ്ഞത്? എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കിയിരിക്കുന്നു. ശരിയായ ഉത്തരമാണ്. ടീം മിഖായലിന് 30 മാർക്കുകൾ ലഭിക്കും. രണ്ടാമത്തെ ചോദ്യം ടീം മിഖായലിനോട് തന്നെ. ഈ തിരുവചന ഭാഗം ഏത് സുവിശേഷത്തിൽ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അധ്യായം, വാക്യം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 13-ാം വാക്യം. ശരിയായ ഉത്തരമാണ്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 13-ാം തിരുവചനം. നിങ്ങൾക്ക് 10 മാർക്കുകൾ കൂടി ലഭിക്കുന്നു. ടീം മിഖായേൽ വചനം തിരുവചനം റൗണ്ടിലെ ആദ്യ ചോദ്യത്തിലെ മുഴുവൻ മാർക്കുകളും കരസ്ഥമാക്കിയിരിക്കുന്നു. അഭിനന്ദനം. ടീം റാഫേലിനോടാണ് രണ്ടാമത്തെ ചോദ്യം. യേശു ജെറൂസലമിനെ കുറിച്ച് വിലപിക്കുകയാണ്. ഓ ജെറൂസലം, ജെറൂസലം. യേശുവിൻ്റെ വിലാപം പറയുക. തിരുവചനം. തള്ളക്കോഴി കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ കീഴ് എടുക്കാൻ ശ്രമിച്ചതുപോലെ ഞാൻ നിങ്ങളെ ഒരുമിച്ച് ഓടാൻ ശ്രമിച്ചു, എങ്കിലും നിങ്ങൾ വിസമ്മതിച്ചു. ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്ന പോലെ തന്നെ പറയുക. ജെറൂസലം, ജെറൂസലം. ജെറുസലേം, ജെറുസലേം, തള്ളക്കോഴി സമയം കഴിഞ്ഞിരിക്കുന്നു. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് ശരി ഉത്തരം അറിയാമെങ്കിൽ പറയാവുന്നതാണ്. ജെറുസലേം, ജെറുസലേം, തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ കാക്കും പോലെ നിങ്ങളെ എത്രയോ ചിറകിൻ കീഴിൽ കാക്കാൻ ഞാൻ പരിശ്രമിച്ചു. ഉത്തരം അപൂർണമാണ്. ഉത്തരം പൂർണ്ണമായി ശരിയുമല്ല. അതുകൊണ്ട് ചോദ്യം തൊട്ടടുത്ത ടീമിലേക്ക് പാസ് ചെയ്യപ്പെടും. ജെറുസലേം, ജെറുസലേം, പ്രവാചകന്മാരെ കൊല്ലുകയും തൻ്റെ അടുത്തേക്ക് വരുന്നവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നവരെ പിടക്കോഴി. 10 സെക്കൻഡാണ്. പാസിംഗ് ടൈം 10 സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. യെസ്, ഈ ടീമിലേക്ക്. ജെറുസലേം, ജെറുസലേം, പ്രവാചകന്മാരെ വധിക്കുകയും നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ കാക്കുന്നത് പോലെ നിങ്ങളെ സംരക്ഷിക്കാൻ എത്രയോ പരിശ്രമിച്ചു, എത്ര പ്രാവശ്യം ശ്രമിച്ചു, പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു. ഇപ്പോൾ ഈ ഭവനം പരിത്യക്തവും ഒരുമിച്ച് കൂട്ടാൻ എത്ര പ്രാവശ്യം ഞാൻ പരിശ്രമിച്ചു. നിങ്ങൾക്ക് ഞാൻ മാർക്ക് നൽകുകയാണ്. ആ ഒരു വാക്കൊഴിച്ച് ബാക്കി എല്ലാ വാക്കുകളും കൃത്യമാണ്. തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഉത്തരം ശരിയായിട്ട് പരിഗണിക്കുന്നു. നിങ്ങൾക്ക് 15 മാർക്ക് ലഭിക്കുന്നു. ടീം മിഖായലിന് അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം 10 മാർക്കിന്റെ ചോദ്യമാണ് ഇനി നിങ്ങളോട് ചോദിക്കുന്നത്. ഈ തിരുവചന ഭാഗം രേഖപ്പെടുത്തിയ വിശുദ്ധ ഗ്രന്ഥ പുസ്തകമേത്? അധ്യായം, വാക്യം. ശേഷം 21-ാം അധ്യായം 17. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 17-ാം തിരുവചനം. ടീം റാഫേലിന്റെ ഉത്തരം തെറ്റിപ്പോയി. സപ്പോർട്ടിംഗ് ടീമിലേക്ക് പോകുന്നു. സപ്പോർട്ടിംഗ് ടീമിന് ശരി ഉത്തരം അറിയാമെങ്കിൽ പറയാവുന്നതാണ്. സപ്പോർട്ടിംഗ് ടീമിന് അറിയില്ലെങ്കിൽ തൊട്ടടുത്ത ടീമിലേക്ക്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം. വാക്യം എത്രാം വാക്യം? Time is up. Passing to Team Mikhail. 23-ാം അധ്യായം 23-ാം അധ്യായം 37-ാം വാക്യം. 36-ാം വാക്യം. ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം 24-ാം അധ്യായം 37-ാം തിരുവചനം. അതാണ് ശരിയായ ഉത്തരം. ആർക്കും ശരി ഉത്തരം പറയാൻ സാധിക്കാത്തതുകൊണ്ട് ക്വിസ് മാസ്റ്റർ ഈ മത്സരത്തിൽ ക്വിസ് മാസ്റ്ററുടെ
സ്കോർ ഷീറ്റിൽ 5 മാർക്കുകൾ രേഖപ്പെടുത്തുക. ടീം റാഫേലിന് ഈ റൗണ്ടിൽ പോയിന്റുകൾ ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല. ഭയപ്പെടേണ്ടതില്ല. ഇനിയും 4 റൗണ്ടുകൾ ബാക്കിയുണ്ട്. പോയിന്റുകൾ നേടുവാനും വിജയിക്കുവാനും ഒക്കെയുള്ള സാധ്യതകൾ എല്ലാവർക്കും ഒരുപോലെ തുറന്നു കിടക്കുന്നു. അടുത്ത ചോദ്യം ടീം ഗബ്രിയേലിനോട്. ഒരു തിരുവചനത്തിൻ്റെ ആദ്യ ഭാഗം ഞാൻ ഉച്ചരിക്കാം. ബാക്കി ഭാഗം നിങ്ങൾ പറയണം. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. പൂരിപ്പിക്കുക. നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? തുടരുക. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇപ്പോൾ പൂർണ്ണമായിരിക്കും. 30 മാർക്കുകൾ ടീം ഗബ്രിയേൽ നേടും. ഈ റൗണ്ടിലെ ഉപചോദ്യം, രണ്ടാമത്തെ ചോദ്യം. ഏത് പുസ്തകത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അധ്യായം, വാക്യങ്ങൾ. ഒന്ന് കൊറിന്തോസ് 7-ാം അധ്യായം. പറഞ്ഞോളൂ, പൂർത്തീകരിക്കും. 1 കൊറിന്തോസ് 6-ാം അധ്യായം 19-ാം തിരുവചനം, 20-ാം തിരുവചനം. നിങ്ങൾക്ക് ലാസ്റ്റ് ചാൻസ്. സമയം നിങ്ങൾ കഴിഞ്ഞിരിക്കുന്നുവെങ്കിൽ കൂടിയും നിങ്ങൾ ഉത്തരം പൂർണ്ണമാക്കി പറയുക. ഇനി ഒരു ചാൻസ് ഇല്ല. സഹായിക്കാനും പാടില്ല. പറയൂ. 1 കൊറിന്തോസ് 6:20. സപ്പോർട്ടിംഗ് ടീമിന് ശരിയായ ഉത്തരം അറിയാമെങ്കിൽ പറയാവുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 6:20. മത്തായിയുടെ സുവിശേഷമേ അല്ല. പാസ് ചെയ്യുന്നു. 1 കൊറിന്തോസ് 6:19, 19-20 രണ്ടിലായിട്ട് വരുന്നു. ഉത്തരം പൂർണ്ണമായി പറയുക. ഒരു ചാൻസും കൂടെ. പറഞ്ഞോളൂ. 1 കൊറിന്തോസ് 6-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ കാണുന്നത്. ഉത്തരം ശരിയാണ്. 1 കൊറിന്തോസ് 6-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ. ആ 2 തിരുവചനങ്ങളാണ് നിങ്ങൾ തൊട്ടു മുമ്പേ കൃത്യമായിട്ട് ഉച്ചരിച്ചത്. അതുകൊണ്ട് ആ 2 തിരുവചനങ്ങൾ കൂടി ഒരുമിച്ച് പറയുമ്പോഴേ ഉത്തരം പൂർണ്ണമാവുകയുള്ളൂ. ടീം മിഖായലിന് 5 പോയിന്റുകൾ കൂടി ലഭിക്കുന്നു. 5 പോയിന്റ്. ടീം ഗബ്രിയേൽ ഈ റൗണ്ടിൽ 30 പോയിന്റുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു. ബാക്കിയുള്ള 10 പോയിന്റിലെ 5 പോയിന്റുകൾ നിങ്ങളുടെ തൊട്ടടുത്ത ടീം നേടിയെടുത്തു. 1-ാം റൗണ്ട് വചനം തിരുവചന റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് 1-ാം റൗണ്ടിൽ ഓരോരുത്തരും നേടിയ സ്കോറുകൾ നമുക്കറിയാം. ജോസ്മിയിലേക്ക്. ആദ്യ റൗണ്ട് പൂർത്തിയാകുമ്പോൾ പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം മിഖായേൽ 60 പോയിന്റ്, ടീം റാഫേലിന് പോയിന്റുകളൊന്നും ലഭിച്ചിട്ടില്ല. ടീം ഗബ്രിയേൽ 30 പോയിന്റ്സ്. ഇനി വിഷ്വൽ റൗണ്ടാണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള തിരുവചന ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം സ്ക്രീനിൽ കാണിക്കും. ആ ചിത്രം ഏതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ചിലപ്പോൾ അതൊരു അത്ഭുതത്തിൻ്റെ ചിത്രമായിരിക്കാം, ഉപമയായിരിക്കാം, അല്ലെങ്കിൽ ഒരു തിരുവചന ഭാഗമായിരിക്കാം. ഏതാണോ ആ ചിത്രം സൂചിപ്പിക്കുന്നത്, ഏറ്റവും അടുത്ത് സൂചിപ്പിക്കുന്ന കാര്യം നിങ്ങളുടെ പഠന ഭാഗവുമായി ബന്ധപ്പെടുത്തി ഉത്തരം നൽകുക. 10 മാർക്കാണ് അതിന് ലഭിക്കുക. പിന്നീട് 2 ചോദ്യങ്ങൾ കൂടി നിങ്ങളോട് ചോദിക്കും. ഓരോ ചോദ്യത്തിനും 10 മാർക്കുകൾ വീതം. ആകെ 30 മാർക്കുകൾ. പക്ഷേ ശ്രദ്ധിക്കുക, തെറ്റായ ഉത്തരത്തിന് 5 മൈനസ് മാർക്കുകളും ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തെറ്റായ ഉത്തരം പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടിയ പോയിന്റുകൾ നഷ്ടപ്പെടുത്തരുത്. സപ്പോർട്ടിംഗ് ടീമിന് ഈ ടീമുകളെ സഹായിക്കാവുന്നതാണ്. എങ്ങനെ? നിങ്ങൾ ശരിയായ ഉത്തരം പറഞ്ഞാൽ മൈനസ് പോയിന്റ് അവർക്ക് നൽകുന്നതല്ല. അതുകൊണ്ട് ടീം തെറ്റായ ഉത്തരം പറഞ്ഞാലും സപ്പോർട്ടിംഗ് ടീം ശരി ഉത്തരം പറഞ്ഞാൽ ഇവർക്ക് ലഭിച്ച മൈനസ് പോയിന്റ് മായ്ച്ചു കളയുന്നതാണ്.
ചോദ്യം ആദ്യം ടീം റാഫേലിനോട്. ടീം റാഫേൽ ശ്രദ്ധിക്കുക, വിഷ്വൽ ശ്രദ്ധിക്കുക. ചിത്രത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധാപൂർവം വീക്ഷിക്കുക. യെസ്, ചിത്രം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. 30 സെക്കൻഡുകളാണ്. അതൊരു സംഭവമാണോ, ഉപമയാണോ, അത്ഭുതമാണോ, തിരുവചന ഭാഗമാണോ? ഏതാണെങ്കിൽ അത് സൂചിപ്പിക്കും, പറയും. പറഞ്ഞോ. ധൂർത്തപുത്രന്റെ ഉപമ ഒരിക്കലും ആവുകയില്ല. കാരണം നിങ്ങളുടെ പഠനഭാഗത്ത് ധൂർത്തപുത്രന്റെ ഉപമ പഠിക്കാൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അവരുടെ ഉത്തരം തെറ്റാണ്. അവരുടെ സപ്പോർട്ടിംഗ് ടീമിന് ശരി ഉത്തരം അറിയാമെങ്കിൽ പറയാവുന്നതാണ്. പത്രോസ് ലീഹയുടെ പത്രോസ് ലീഹ സൗഖ്യപ്പെടുത്തുന്ന ഭാഗം. പത്രോസ് ലീഹ എവിടെയെങ്കിലും വയലിൽ ഇപ്രകാരം നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു മകന്റെ കയ്യിൽ അരിവാളുമുണ്ട്. ഉത്തരം തെറ്റാണ്. ചിത്രം ഒരിക്കൽ കൂടി സ്ക്രീനിൽ വരിക, ഒരിക്കൽ കൂടി സ്ക്രീനിൽ കാണിക്കുക. ഒന്ന് നോക്കണം. രണ്ട് പുത്രന്മാർ വയൽ. ഒരുവനോട് ചോദിച്ചു, മകനെ നീ വയലിൽ പോകുക. ഓക്കെ, യെസ്, 2 പുത്രന്മാരുടെ ഉപമയാണത്. വിഷ്വൽ കൃത്യമായി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ശരി ഉത്തരം നൽകുവാൻ നിങ്ങൾക്ക് പറ്റുമായിരുന്നു. ഒരു പക്ഷേ ഈ ഉപമയെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ധൂർത്തപുത്രന്റെ ഉപമയാണെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എപ്പോഴും നമുക്കറിയാവുന്ന കാര്യം, ധൂർത്തപുത്രന്റെ ആ ഭാഗം നിങ്ങളുടെ പഠനത്തിൽ ഇല്ല. നിങ്ങളുടെ പഠനഭാഗത്തിൽ ധൂർത്തപുത്രന്റെ ഉപമയില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും അത് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ 2 പുത്രന്മാർ വരുന്നത് ഈ 2 പുത്രന്മാരുടെ ഉപമയിൽ മാത്രമേ ഉള്ളൂ. എപ്പോഴും നിങ്ങൾ ഉത്തരം ഇതുപോലെ ചിന്തിച്ച് മാത്രം പറയുവാനായിട്ട് ശ്രദ്ധിക്കുക. ഉത്തരം എപ്പോഴും ചിന്തിച്ച് പറയുക. രണ്ടാം ചോദ്യം 5 മൈനസ് മാർക്കുകൾ ടീം റാഫേലിന് ലഭിക്കുന്നു. അടുത്തത്, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏത് പുസ്തകത്തിൽ ഏത് അധ്യായത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അധ്യായം മാത്രം പറഞ്ഞാൽ മതി. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം. 23-ാം അധ്യായം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സപ്പോർട്ടിംഗ് ടീം. മറ്റ് ടീമുകൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പറയാവുന്നതാണ്, മാർക്ക് നൽകുന്നതല്ല. അധ്യായം 21, 23 അല്ല, 21. മൂന്നാമത്തെ ചോദ്യം വീണ്ടും 5 മൈനസ് മാർക്ക് കൂടി ടീം റാഫേലിന് ലഭിക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യം, മറ്റ് ഏതൊക്കെ സുവിശേഷങ്ങളിൽ ഈ 2 പുത്രന്മാരുടെ ഉപമ രേഖപ്പെടുത്തിയിട്ടുണ്ട്? മറ്റു സുവിശേഷങ്ങളിലൊന്നും 2 പുത്രന്മാരുടെ ഉപമ രേഖപ്പെടുത്തിയിട്ടില്ല. മറ്റു സുവിശേഷങ്ങളിലൊന്നും 2 പുത്രന്മാരുടെ ഉപമ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഉത്തരമായിട്ട് ടീം റാഫേൽ പറഞ്ഞത്. ആ ഉത്തരം ശരിയാണ്, ശരിയായ ഉത്തരമാണ്. മറ്റ് സുവിശേഷങ്ങളിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ടീം റാഫേലിന് 10 പോയിന്റുകൾ ലഭിക്കുന്നു. വിഷ്വൽ റൗണ്ടിലെ അടുത്ത ചോദ്യം ടീം ഗബ്രിയലിനോടാണ്. ടീം ഗബ്രിയൽ ശ്രദ്ധിക്കുക, വിഷ്വൽ ശ്രദ്ധിക്കുക. പറയേണ്ടത് ഒരു തിരുവചന ഭാഗമാണ് പറയുന്നത്. ആ വിഷ്വലുമായി ബന്ധപ്പെട്ട തിരുവചന ഭാഗം. വിഷ്വൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ആ തിരുവചന ഭാഗം, ആ ഒരു തിരുവചന ഭാഗമാണ് ആ വിഷ്വൽ. അധ്യായം വാക്യല്ല പറയേണ്ടത്, ഏതാണോ തിരുവചനം അത് പറയും. അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുവിൻ, അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും.
അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. ഉത്തരം ശരിയാണ്, ശരിയായ ഉത്തരമാണ്. നിങ്ങൾ കൃത്യമായി ആ വിഷ്വല് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് 10 മാർക്കുകൾ ലഭിക്കും. 10 മാർക്ക്. രണ്ടാമത്തെ ചോദ്യം, ഏത് പുസ്തകത്തിൽ, ഏത് അധ്യായത്തിലാണ് ഈ വചനഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം. ഉത്തരം ശരിയാണ്, ശരിയായ ഉത്തരമാണ്. മൈനസ് മാർക്കില്ല, 10 മാർക്ക് വീണ്ടും ലഭിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ, വിവാഹ വിരുന്നിന് നേരത്തെ ക്ഷണിക്കപ്പെട്ടവർ, പെട്ടെന്ന് പോയി ക്ഷണിച്ചവരല്ല, നേരത്തെ ക്ഷണിക്കപ്പെട്ടവർ 3 രീതിയിലാണ് ക്ഷണത്തോട് പ്രതികരിക്കുന്നത്. ഏതൊക്കെ രീതിയിൽ? 3 പറയേണ്ടതാണ്. ഒരുവൻ വയലിലേക്കും മറ്റൊരുവൻ വ്യവഹാരത്തിനും പോയി കളഞ്ഞു. ബാക്കിയുള്ളവർ ഭൃത്യന്മാരെ പിടിച്ചടിക്കുകയും കൊല്ലുകയും ചെയ്തു. ഒരു ക്ലാരിഫിക്കേഷന്റെ ആവശ്യം. രണ്ടാമൻ എങ്ങോട്ടേക്കാണ് പോയത്? ഒന്നാമൻ വയലിലേക്ക്, രണ്ടാമൻ വ്യാപാരത്തിനും പോയി കളഞ്ഞു. രണ്ടാമൻ വ്യാപാരത്തിനും പോയി കളഞ്ഞു. ആദ്യം പറഞ്ഞത് എന്താണ്? വ്യവഹാരം. വ്യവഹാരവും വ്യാപാരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വ്യവഹാരം നല്ലതല്ല, വ്യാപാരം നല്ലതാണ്. ഓക്കെ, യെസ്, ഉത്തരം ശരിയായിട്ട് ജഡ്ജ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് 10 മാർക്കുകൾ കൂടി നൽകുന്നു. ശരിയായ ഉത്തരം. വിഷ്വൽ റൗണ്ടിൽ ടീം ഗബ്രിയേൽ 30 പോയിന്റുകളും കരസ്ഥമാക്കിയിരിക്കുന്നു. പ്രത്യേകം അഭിനന്ദനം. ടീം മിഖായലിനോടാണ് വിഷ്വൽ റൗണ്ടിലെ അടുത്ത ചോദ്യം. വിഷ്വൽ ശ്രദ്ധിക്കുക. ഈ വിഷ്വലുമായി ബന്ധപ്പെട്ട് ഉള്ള തിരുവചന ഭാഗം, തിരുവചനമാണ് നിങ്ങൾ പറയേണ്ടത്. ഈ വിഷ്വൽ കാണുമ്പോൾ ഒരു തിരുവചനം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടാവും. ആ തിരുവചനം പറയും. യേശു പറഞ്ഞു, ആ ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. പൂർണ്ണമായിട്ട് പറയും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആ. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പൂർണ്ണമായി തകർക്കപ്പെടും. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പൂർണ്ണമായി തകർക്കപ്പെടും. തകർക്കപ്പെടും. എന്തിനെ പറ്റിയാണ് യേശു ഇവിടെ പറയുന്നത്? ജെറുസലേം ദേവാലയത്തെ ജെറുസലേം ദേവാലയത്തെ പറ്റിയാണ്. പക്ഷെ അത് ഇവിടെ പറയണമെന്നില്ല. നിങ്ങൾ പറഞ്ഞ ഉത്തരം 1-2 വാക്കുകൾ മാറിപ്പോയിട്ടുണ്ട് എങ്കിലും ബാക്കിയൊക്കെ ശരി തന്നെയാണ്. മാർക്ക് നൽകാൻ അർഹതയുണ്ട്. നിങ്ങൾക്ക് 10 മാർക്കുകൾ ലഭിക്കും. രണ്ടാമത്തെ ചോദ്യം, ഈ തിരുവചന ഭാഗം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏത് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു? അധ്യായം, വാക്യം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 2-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അധ്യായം 2-ാം വാക്യം. 2-ാം തിരുവചനം. 2-ാം തിരുവചനം. ഉത്തരം ശരിയാണ്, ഉത്തരം ശരിയാണ്. വീണ്ടും 10 മാർക്ക്. ടീം മിഖായലിന് വീണ്ടും 10 മാർക്കുകൾ കൂടി ലഭിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ചാണ് യേശു പറയുന്നത്. അതിൻ്റെ ചിത്രമാണ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി ഉത്തരം പറഞ്ഞത്. യേശു ദേവാലയത്തിന് നാശത്തെക്കുറിച്ച് പറഞ്ഞ തിരുവചനം മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്. മറ്റേതെങ്കിലും സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ്? അറിയില്ല എങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിന് ശരി ഉത്തരം അറിയാമെങ്കിൽ പറയാവുന്നതാണ്. സപ്പോർട്ടിംഗ് ടീമിൽ നിന്ന് ഒരു സപ്പോർട്ട് ഇപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. തൊട്ടടുത്ത ചോദ്യത്തിന് ഉത്തരം അവർ പറയാൻ സാധിക്കുമായിരിക്കും. എന്തായാലും ഈ ചോദ്യത്തിന് ഉത്തരം ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം. മാർക്ക് തരികയില്ല. മർക്കോസ്, ലൂക്കാ സുവിശേഷകന്മാർ ഈ പ്രവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് 5 മൈനസ് മാർക്കുകൾ ലഭിക്കുന്നു. മൂന്നാമത്തെ ചോദ്യത്തിന് ആകെ 20 മാർക്കുകളാണ് നിങ്ങൾ നേടിയത്. മൂന്നാമത്തെ മൈനസ് മാർക്ക് ആയതുകൊണ്ട് 15 മാർക്കുകളാണ് ടീം മിഖായേൽ നേടിയിരിക്കുന്നത്. വിഷ്വൽ റൗണ്ട് പൂർത്തിയാകുന്നു. വിഷ്വൽ റൗണ്ടിന് ശേഷം
മൂന്ന് ടീമുകൾക്കും ലഭിച്ച പോയിന്റുകൾ എത്രയാണ് എന്ന് നമുക്കറിയേണ്ടതുണ്ട്. പോയിന്റുകൾ കൃത്യമായി അറിയുന്നതിനായി ജോസ്മിയിലേക്ക്. ടീം മിഖായേൽ 75 പോയിന്റ്സ്. ടീം റാഫേലിന് പോയിന്റുകളൊന്നും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ റൗണ്ടിൽ അവർക്ക് 2 -5കളും 1 10ഉമാണ് പോയിന്റ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അത് ഈക്വലായി പോവുകയാണ് ചെയ്തത്. ടീം ഗബ്രിയേൽ 60 പോയിന്റ്. മൂന്ന് ടീമുകളും മൂന്നാം റൗണ്ടിലേക്ക് പ്രതീക്ഷയോടുകൂടി പ്രവേശിക്കുകയാണ്. മൂന്നാം റൗണ്ട് റാപ്പിഡ് റൗണ്ടാണ്. വേഗത്തിൽ ഉത്തരം പറയേണ്ട, വേഗത്തിൽ ചിന്തിക്കേണ്ട, വേഗത്തിൽ മാർക്ക് മേടിക്കാവുന്ന റൗണ്ട് റാപ്പിഡ് റൗണ്ട്. ടീം ഗബ്രിയേലിനോടാണ് ആദ്യത്തെ ചോദ്യം. ശ്രദ്ധിക്കുക, 5 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 6 മാർക്ക് വീതം. 5നും ശരി ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 30 മാർക്കുകൾ. 30 മാർക്ക് മേടിക്കുന്ന ടീമിന് ക്വിസ് മാസ്റ്ററുടെ സ്പെഷ്യൽ ബോണസ് 10 മാർക്ക്. 40 മാർക്കുകൾ നിങ്ങളുടെ സ്കോർ ഷീറ്റിലേക്ക് രേഖപ്പെടുത്താവുന്ന ഒരു പ്രധാനപ്പെട്ട റൗണ്ടാണ് റാപ്പിഡ് റൗണ്ട്. പൊതുവെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് റാപ്പിഡ് റൗണ്ടിൽ ചോദിക്കുക എന്നുള്ളത് നിങ്ങളുടെ പ്രതീക്ഷയെ വർദ്ധിപ്പിക്കട്ടെ. 1 മിനിറ്റ് മാത്രമാണ് നിങ്ങളുടെ സമയം എന്നുള്ളത് ശ്രദ്ധിക്കുക. 1 മിനിറ്റിനുള്ളിലാണ് ഈ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത്. നിങ്ങൾ ശരി ഉത്തരമോ തെറ്റായ ഉത്തരമോ ഏത് പറഞ്ഞാലും ഞാൻ തൊട്ടടുത്ത ചോദ്യം ചോദിക്കും. നിങ്ങൾ ഉത്തരം പറയാതെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എത്ര നേരം വേണേലും ചിന്തിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ സമയം നിങ്ങളുടേത് മാത്രമാണ് എന്നുള്ള കാര്യം ഓർക്കുക. ചോദ്യം ടീം ഗബ്രിയേലിനോട്. നിങ്ങൾ സമയം ആരംഭിക്കുന്നു. സീറോ മലബാർ സഭ ഏത് ആരാധനക്രമ കുടുംബ പാരമ്പര്യത്തിൽപ്പെടും? പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമം. ശരിയായ ഉത്തരം കൂദാശ എന്ന ഭാഷയിലുള്ള. കൂദാശ ഏത് ഭാഷയിലുള്ള പദമാണ്? സുറിയാനി. ശരിയായ ഉത്തരം കൂദാശയിലൂടെ ലഭിക്കുന്നത് എന്ത്? ദൈവിക ജീവൻ. ശരിയായ ഉത്തരമാണ്. സഭയുടെ ഗർഭപാത്രം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിന്? മാമോദിസ തൊട്ടി. 5ാമത്തെ ചോദ്യം ഫ്ലോറൻസ് കൗൺസിൽ മാമുദീസയെ വിശേഷിപ്പിച്ചത് എങ്ങനെ? സഭയുടെ കവാടം. ഉത്തരം 5ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം ആത്മീയ ജീവിതത്തിലേക്കുള്ള വാതിൽ എന്ന. ഉത്തരം ശരിയായി പറയണം. 4 ചോദ്യങ്ങളുടെ ഉത്തരം ശരിയായിരുന്നു. 4 ചോദ്യങ്ങൾ ശരിയാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് 26 മാർക്കുകൾ ലഭിക്കുന്നു. ബോണസ് പോയിന്റ് കിട്ടുന്നില്ല. 24 പോയിന്റ്. 4 ശരിയാണ്. 6 മാർക്ക് വീതം 24 പോയിന്റ്. റാപ്പിഡ് റൗണ്ടിലെ 2ാമത്തെ ചോദ്യം ടീം മിഖായലിനോടാണ്. ടീം മിഖായൽ, അഭിഷേക തൈലത്തിന് പൗരസ്ത്യ സഭകളിൽ പറയുന്ന പേര് എന്ത്? ക്രിസം അഥവാ മൂറോൻ. ക്രിസം. അമൃതയുടെ ഔഷധമെന്ന് വിശുദ്ധ കുർബാനയെ വിശേഷിപ്പിച്ചത് ആര്? അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്. വിശുദ്ധ ബലിയർപ്പണത്തിലെ ഏറ്റവും പ്രധാന ഭാഗം? അനാഫറ. വാർഷിക കുമ്പസാരം നിഷ്കർഷിച്ച കൗൺസിൽ? ലാറ്ററൻ കൗൺസിൽ. ഡീക്കൻ പട്ടത്തിന്റെ കാർമികൻ ആര്? മെത്രാൻ. ഡീക്കൻ പട്ടത്തിന്റെ കാർമികൻ മെത്രാൻ. ശരിയായ ഉത്തരമാണ്. 1ാമത് അഭിഷേക തൈലത്തിന് പൗരസ്ത്യ സഭകളിൽ പറയുന്ന പേര് മൂറോൻ എന്നാണ്. മൂറോനാണ്, ക്രിസം അല്ല. ക്രിസം അഥവാ മൂറോൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം മാർക്ക് തരാൻ പറ്റുകയില്ല. മൂറോൻ എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ആദ്യത്തെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നില്ല. അമൃതയുടെ ഔഷധം എന്ന് വിശുദ്ധ കുർബാനയെ വിശേഷിപ്പിച്ചത് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ആണ്. ശരിയായ ഉത്തരം 6 മാർക്ക്. വിശുദ്ധ ബലിയർപ്പണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അനാഫറയാണ്. വീണ്ടും 6 മാർക്ക്. വാർഷിക കുമ്പസാരം നിർബന്ധമാക്കിയാൽ നിഷ്കർഷിച്ച കൗൺസിൽ 4ാം ലാറ്ററൻ കൗൺസിലാണ്. നിങ്ങൾ ലാറ്ററൻ കൗൺസിൽ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. 4ാം എന്നുള്ള വാക്ക് നിങ്ങൾ ഉപയോഗിച്ചത് വളരെ പ്രധാനപ്പെട്ടതാണ്. വത്തിക്കാൻ കൗൺസിൽ 2 ഉണ്ട്. 1ാം വത്തിക്കാൻ കൗൺസിലും 2ാം വത്തിക്കാൻ കൗൺസിലും. അപ്പൊ അതുകൊണ്ട് അതിന് മാർക്ക് തരാൻ പറ്റുകയില്ല. ഡീക്കൻ പട്ടത്തിന് കാർമികനാര്? മെത്രാൻ. ശരിയായ ഉത്തരം. 3 ശരിയായി നിങ്ങൾ ഉത്തരം പറഞ്ഞു. 3 ശരി ഉത്തരം പറഞ്ഞതുകൊണ്ട് 18 മാർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. ടീം മിഖായേൽ 18 മാർക്കുകൾ നേടും. റാപ്പിഡ് റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ടീം റാഫേലിനോടാണ്. ടീം റാഫേൽ, നിങ്ങൾക്ക് ഇനിയും ധാരാളം അവസരങ്ങളാണ് മുന്നിലുള്ളത്. 3 റൗണ്ടുകൾ. നിലവിൽ നിങ്ങൾക്ക് പോയിന്റ് കിട്ടിയില്ല എന്നതിനെ പറ്റി ഒട്ടുമേ വിഷമിക്കേണ്ടതില്ല. ഇതിനു മുമ്പ് നടന്ന മത്സരങ്ങളിലൊക്കെ
ഏറ്റവും പിന്നിൽ നിന്ന ടീമുകളാണ് പിന്നീട് ഒന്നാം സ്ഥാനം മേടിച്ച് പോയിരിക്കുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ പാടില്ല, കാരണം മറ്റ് 2 ടീമുകൾ ഇവിടെ നിൽപ്പുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള സാധ്യതയുണ്ട് എന്നെനിക്ക് പറയാൻ സാധിക്കും തീർച്ചയായും. അതുകൊണ്ട് നിങ്ങൾ വളരെ ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെ മത്സരത്തിൽ തുടരുക. ചോദ്യം ആരംഭിക്കുന്നു. എത്ര രക്ഷാകര സംഭവങ്ങളെ കേന്ദ്രീകരിച്ചാണ് ആരാധനാക്രമ മത്സരത്തിന് രൂപം നൽകിയിരിക്കുന്നത്? 9. ഉത്തരം തെറ്റാണ്. ആരാധനാക്രമ മത്സരത്തെ എത്ര കാലങ്ങളായി തിരിച്ചിരിക്കുന്നു? 9. ശരിയായ ഉത്തരമാണ്. 3 നോമ്പിന്റെ മറ്റൊരു പേര്? നിലവേക്കാരുടെ യാചന. ശരിയായ ഉത്തരമാണ്. പൗരസ്ത്യ ആരാധനക്രമത്തിൽ സകല വിശുദ്ധരുടെയും തിരുനാൾ എന്നാണ്. നോമ്പിന്റെ ആദ്യ വെള്ളിയാഴ്ച. അല്ല, ഉത്തരം തെറ്റാണ്. ആദിമ ക്രൈസ്തവ സമൂഹം ഉപവാസം അനുഷ്ഠിച്ചിരുന്ന ദിവസങ്ങൾ ഏതൊക്കെ? ബുധനും വെള്ളി. ബുധനും വെള്ളി. ആദ്യ ചോദ്യത്തിന് നിങ്ങൾ പറയേണ്ടിയിരുന്ന ഉത്തരം 7 എന്നായിരുന്നു. പക്ഷെ പറഞ്ഞത് 9 പോയി. 7 രക്ഷാകര സംഭവങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആരാധനാക്രമ മത്സരത്തിന് രൂപം നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ ഉത്തരം ശരിയാണ്. നിങ്ങൾ പറഞ്ഞത് ആരാധനാക്രമ മത്സരത്തിൽ 9 കാലങ്ങളാണുള്ളത്. 3 നോമ്പിന്റെ മറ്റൊരു പേര് ശരിയായ ഉത്തരം നിങ്ങൾ പറഞ്ഞു. പൗരസ്ത്യ ആരാധനക്രമത്തിൽ സകല വിശുദ്ധരെയും തിരുനാൾ എന്നാണ്. ഏത് വെള്ളിയാഴ്ചയാണ്? നോമ്പ് കാലത്തിലെ അല്ല, ഉയർപ്പ് കാലത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ്. അത് നിങ്ങൾ തെറ്റായി പറഞ്ഞു. ആദിമ ക്രൈസ്തവ സമൂഹം ഉപവാസം അനുഷ്ഠിച്ചിരുന്ന ദിവസങ്ങൾ ബുധനും വെള്ളിയും. ശരിയായ ഉത്തരമാണ്. 3 ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. 18 മാർക്കുകൾ നിങ്ങൾ നേടുന്നു. ടീം റാഫേലിന് അഭിനന്ദനം. റാപ്പിഡ് റൗണ്ട് വേഗത്തിൽ പൂർത്തിയായിരിക്കുന്നു. 3 റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ ഓരോ ടീമിനും എത്ര സ്കോറുകൾ ലഭിച്ചുവെന്ന് അറിയേണ്ടതുണ്ട്. തൊട്ടടുത്ത 2 റൗണ്ടുകൾ നിർണായകങ്ങളാണ് ഓരോ ടീമിനെ സംബന്ധിച്ചും. കൃത്യമായ സ്കോർ അറിയുന്നതിനായി ജോസ്മിയിലേക്ക്. 3 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം മിഖായേൽ 93 പോയിന്റ്സ്, ടീം റാഫേൽ 18 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 84 പോയിന്റ്സ്. സപ്പോർട്ടേഴ്സ് റൗണ്ട്. സപ്പോർട്ടിംഗ് ടീമിന് തങ്ങളുടെ ടീമിനോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും പ്രകടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട അവസരം. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൽ ആകെ 200 മാർക്കിൽ 40 മാർക്കുകൾ സപ്പോർട്ടിംഗ് ടീമിൻ്റെ നേരിട്ടുള്ള സംഭാവനയാണ്. 3 ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുക. ആദ്യ ചോദ്യത്തിന് 20 മാർക്ക്, പിന്നീടുള്ള 2 ചോദ്യങ്ങൾക്ക് 10 മാർക്ക് വീതം, 40 മാർക്കുകൾ. നോൺ പാസിംഗ് റൗണ്ടാണ്. നിങ്ങൾ നേടിയെടുക്കുന്ന പോയിന്റുകൾ നിങ്ങളുടെ ടീമിന് വലിയ മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുന്നു. ആദ്യത്തെ ചോദ്യം ടീം മിഖായലിൻ്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സഹോദരനെ പറ്റി പരാതി ഉണ്ടായാൽ വിശുദ്ധരെ സമീപിക്കുന്നതിന് പകരം നീതിരഹിതരായ വിജാതിയരെ സമീപിക്കുന്നത് എന്തുകൊണ്ട്? വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏത് പുസ്തകത്തിലാണ് ഈ തിരുവചന ഭാഗം ഉള്ളത്? നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. ഈ ടീം ഇവിടെ നിങ്ങൾ എന്നെ ഈ വശം ഇങ്ങോട്ട് മാത്രം നോക്കി നിൽക്കുക. നിങ്ങൾക്ക് ഈ ഉത്തരം അറിയാം, പക്ഷേ സപ്പോർട്ടിംഗ് ടീമിന് മാത്രമേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. യെസ്, പറഞ്ഞോളൂ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏത് പുസ്തകത്തിൽ? കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ. കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ എന്നാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. 6-ാമത്തെ ഉത്തരം ശരിയാണ്. 1 കോറിന്തോസ്. യെസ്, 20 മാർക്കുകൾ ടീം മിഖായലിന് വേണ്ടി അവരുടെ സപ്പോർട്ടിംഗ് ടീം നേടിയിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം എത്രാം അധ്യായത്തിലാണ് ഈ തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്? അധ്യായം 7. അധ്യായം 6. ഉറപ്പിക്കുന്നു? അതെ, 6-ാം അധ്യായം. ഉത്തരം ശരിയാണ്. വീണ്ടും 10 മാർക്കുകൾ കൂടി ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് ലഭിക്കുന്നു. ആകെ 30 മാർക്കുകളാണ് നിങ്ങൾ നേടിയിരിക്കുന്നത്. 3-ാമത്തെ ചോദ്യം തൻ്റെ ഉദരത്തിലുള്ള ശിശുവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ശിശു വളർന്നപ്പോൾ അമ്മ മരിച്ചു.
ശിശു പുറത്തേക്ക് വന്നപ്പോൾ അമ്മ ജീവൻ നഷ്ടപ്പെട്ടു. ആ അമ്മയ്ക്ക് അറിയാമായിരുന്നു, ഈ കുഞ്ഞിന് ജീവൻ കൊടുത്തപ്പോൾ എൻ്റെ ജീവനാണ് നഷ്ടപ്പെടുന്നത് എന്ന്. അങ്ങനെ അവൾ വലിയ ഒരു രക്തസാക്ഷിത്വം വരിച്ചു. വിശുദ്ധയായി സഭ പ്രഖ്യാപിച്ചു അവളെ. ആ വിശുദ്ധയുടെ പേര് എന്ത്? ജിയന്ന ബെരേറ്റ മോള. ജിയന്ന ബെരേറ്റ മോള. ഉത്തരം ശരിയാണ്. ജിയന്ന ബെരേറ്റ മോള. 40 മാർക്കുകളാണ് ടീം മിഖാലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് വേണ്ടി നേടിക്കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ സ്കോർ ഷീറ്റിലെ വലിയൊരു സംഭാവനയാണ് അവരുടെ 40 മാർക്ക്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ടീം സപ്പോർട്ടിംഗ് ടീം തന്നെയായി മാറിയിരിക്കുന്നു. സപ്പോർട്ടിംഗ് ടീമിന് അഭിനന്ദനങ്ങൾ. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീം, നിങ്ങളിലേക്കുള്ള ചോദ്യം. പ്രിയപ്പെട്ടവരെ, ഇത് ഇവിടെ പറയുന്നതാണ്, തിരുവചന ഭാഗമാണ്. നിങ്ങളെ പരീക്ഷിക്കാനായി, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏത് പുസ്തകത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ശരിയായ ഉത്തരം പറയണം. പറഞ്ഞു. 1 പത്രോസ്. 1 പത്രോസ് എന്നാണോ പറഞ്ഞത്? 1 പത്രോസ് ശരിയായ ഉത്തരമാണ്. 20 പോയിന്റുകൾ ടീം റാഫേലിന് സപ്പോർട്ടിംഗ് ടീം നേടിക്കൊടുത്തിരിക്കുന്നു. ശരിയായ ഉത്തരമാണ് 1 പത്രോസ്. ഏത് അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 4-ാം അധ്യായത്തിൽ. 4-ാം അധ്യായം. അതും ശരിയായ ഉത്തരമാണ്. 10 മാർക്കുകൾ കൂടി ടീം റാഫേലിന് ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 30 മാർക്കുകൾ ടീം റാഫേലിന് സപ്പോർട്ടിംഗ് ടീം നേടിക്കൊടുത്തിരിക്കുന്നു. അടുത്ത ചോദ്യം. മതനിന്ന കുറ്റം ചുമത്തി ഒരു ക്രിസ്ത്യൻ യുവതിയെ ഒരു ഭരണകൂടം ദീർഘകാലം ജയിലിൽ അടച്ചു, വധശിക്ഷ വിധിച്ചു. എന്നാൽ പിന്നീട് ആ രാജ്യത്തിലെ സുപ്രീം കോടതി അവളെ കുറ്റവിമുക്തിയാക്കി. അപ്പോൾ അവിടുത്തെ ചില തീവ്രവാദ സംഘടനകൾ അവളെ കൊല്ലണമെന്ന് തന്നെ ആക്രോശിച്ചു. ആ സാധു യുവതിയെ കാനഡ ഗവൺമെൻറ് വിസ നൽകി ആദരിച്ച് സ്നേഹിച്ച് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പത്രമാധ്യമങ്ങളിലെല്ലാം അവളുടെ പേര് വന്നിരുന്നു. അവളുടെ പേരെന്താ? ഏത് രാജ്യക്കാരിയാണ് എന്ന് ഞാൻ പറയാം. പാകിസ്ഥാൻകാരിയാണ് അവൾ. പാകിസ്ഥാനിലെ ഒരു ക്രിസ്ത്യൻ യുവതിയാണ്. അമ്മമാരെ സംബന്ധിക്കുന്ന വാർത്തകൾ കേൾക്കണ്ടേ? ശ്രദ്ധിക്കണ്ടേ? നിങ്ങൾ എന്നെ മാത്രമേ നോക്കാവുള്ളൂ ടീം. നിങ്ങളുടെ സമയം കഴിയുന്നു. മറ്റേതെങ്കിലും ടീമുകൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പറയാം. യെസ്, അവിടെ പറഞ്ഞോളൂ. ആസിയ ബീവി. ശരിയായ ഉത്തരമാണ്. ആസിയ ബീബി. മാർക്കുകൾ ഒന്നും തരാൻ ഈ ക്വിസ് മത്സരത്തിൽ വകുപ്പില്ല. കൈയടി മാർക്കായി പരിഗണിക്കുക. അഭിനന്ദനം. ടീം റാഫേൽ 30 വിലയേറിയ പോയിന്റുകൾ സപ്പോർട്ടേഴ്സ് റൗണ്ടിൽ നേടിയിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ചോദ്യം നിങ്ങളോട്. അപ്രകാരം തന്നെ യുവാക്കന്മാരെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ, പരസ്പരം വിനയത്തിൻ്റെ അങ്കി അണിയുവിൻ. യുവജനങ്ങളെ സംബന്ധിക്കുന്ന, യുവജനങ്ങളെ കരുതുന്ന ഈ തിരുവചന ഭാഗം വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? പത്രോസിന്റെ ലേഖനം. പത്രോസിന്റെ ലേഖനം. അതാണ് നിങ്ങളുടെ ഉത്തരം. പക്ഷേ ഉത്തരം തെറ്റാണ്. ഉത്തരം അപൂർണമാണ്. അപ്പോൾ തീർച്ചയായും അത് തെറ്റുമാണ്. 1 പത്രോസ്. അങ്ങനെ പറയേണ്ടതായിരുന്നു. 1 പത്രോസ് തന്നെ പറയണം. കാരണം പത്രോസ് ഒന്നിലധികം ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളത് കൊണ്ട് 1 പത്രോസ് അതായിരുന്നു ശരിയായ ഉത്തരം. അതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് തരാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് 20 മാർക്കുകൾ ടീം ഗബ്രിയേലിന് നഷ്ടമാകുന്നു. മൈനസ് പോയിന്റ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു പോയിന്റ് ആയിരുന്നു. അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. രണ്ടാമത്തെ ചോദ്യം 1 പത്രോസ് എന്ന് ശരിയായ ഉത്തരം അതാണ്. എത്രാം അധ്യായത്തിലാണ്
രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ തിരുവചനം? എത്രാം അധ്യായം? 5-ാം അധ്യായം. 5-ാം അധ്യായം. ഉത്തരം ശരിയാണ്. 10 മാർക്കുകൾ ലഭിക്കും. മൂന്നാമത്തെ ചോദ്യം. ലോകത്തിൽ ഏറ്റവും അധികം ഗർഭചിത്രങ്ങൾ നടന്നിട്ടുള്ള രാഷ്ട്രങ്ങളിൽ ഒന്നിൽ ഈ അടുത്ത കാലത്ത് ഗർഭചിത്രങ്ങളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. ആ രാജ്യത്തിൻ്റെ കണക്ക് പ്രകാരം ആ രാജ്യത്തെ ഗർഭചിത്ര ക്ലിനിക്കുകളിൽ 39% കുറവ്, 1-2 39% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രോ ലൈഫിൻ്റെ മേഖലയിലേക്ക് ജീവൻ ആവശ്യമാണ്, കുഞ്ഞുങ്ങൾ ആവശ്യമാണെന്ന് അവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. രാജ്യം ഏത്? ചൈന. ചൈന അല്ല, ഉത്തരം തെറ്റാണ്. ആർക്കെങ്കിലും ശരി ഉത്തരം നിങ്ങൾക്ക് തന്നെ പറയാം. റഷ്യയാണ് ശരിയായ ഉത്തരം. പക്ഷെ പോയിന്റ് ഇല്ല. സപ്പോർട്ടേഴ്സ് റൗണ്ട് അവസാനിക്കുകയാണ്. 3 സപ്പോർട്ടേഴ്സ് റൗണ്ടിലെ 3 ടീമുകളും അവരുടെ ടീമുകൾക്ക് മോശമല്ലാത്ത പോയിന്റുകൾ നേടിക്കൊടുത്തു. 3 ടീമുകളെയും അഭിനന്ദിക്കുന്നു. അടുത്ത റൗണ്ട് ഈ ക്വിസ് കോമ്പറ്റീഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെഗാ ബോണസ് റൗണ്ടാണ്. മെഗാ ബോണസ് റൗണ്ടിൽ എപ്പോഴും അട്ടിമറികൾ നടക്കുന്നു. ഏറ്റവും താഴെ നിന്ന ടീമുകൾ മുകളിലേക്ക് കയറി വരുന്നു, മുകളിൽ നിന്ന ടീമുകൾ താഴേക്ക് പോകുന്നു. മെഗാ ബോണസ് റൗണ്ടിൻ്റെ നിബന്ധനകൾ ഞാൻ പിന്നീട് സൂചിപ്പിക്കാം. പക്ഷെ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ സ്കോർ അനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കോറും നിങ്ങളുടെ എതിർ ടീമിൻ്റെ സ്കോറും നിങ്ങൾ മനസ്സിൽ കുറിക്കുക, അല്ലെങ്കിൽ പേപ്പറിൽ കുറിച്ച് വെക്കുക. കാരണം തക്ക സമയത്ത് തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങളുടെ സ്കോറും നിങ്ങളുടെ എതിർ ടീമിൻ്റെ സ്കോറും നിങ്ങളെ സഹായിച്ചേക്കാം. ജോസ്മിയിലേക്ക്. ജോസ്മി. പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം മിഖായേൽ 133 പോയിന്റ്സ്, ടീം റാഫേൽ 48 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 94 പോയിന്റ്സ്. മെഗാ ബോണസ് റൗണ്ട്. ആദ്യ ചോദ്യം ചോദിക്കുന്നത് ടീം റാഫേലിനോടാണ്. 3 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും വ്യത്യസ്ത പോയിന്റുകളാണ്. ആദ്യ ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞാൽ 10 പോയിന്റുകൾ, രണ്ടാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞാൽ 15 പോയിന്റുകൾ, മൂന്നാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞാലോ 25 പോയിന്റുകൾ. അങ്ങനെ ആകെ 50 പോയിന്റുകൾ കരസ്ഥമാക്കി വിജയത്തിന്റെ പടവുകൾ ചവിട്ടിക്കയറാനുള്ള ഏറ്റവും സുവർണ അവസരമാണിത്. പക്ഷെ ശ്രദ്ധിക്കുക, നീതി തേടുമ്പോൾ അപകടങ്ങളും കൂടെയുണ്ടാകും. ശരിയായ ഉത്തരം പറഞ്ഞാൽ 10, 15, 25 പോയിന്റുകൾ കിട്ടുന്നത് പോലെ തന്നെ തെറ്റായ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് തത്തുല്യമായ പോയിന്റുകൾ നഷ്ടമാകും, മൈനസ് പോയിന്റുകൾ ലഭിക്കും. തന്നെയുമല്ല, തൊട്ടടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള വാതിൽ അടയുകയും ചെയ്യും. അതുകൊണ്ട് ശരിയായ ഉത്തരം പറയാൻ ശ്രദ്ധിക്കുക, ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ ശ്രദ്ധിക്കുക. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ഈ ചോദ്യത്തിൽ ഈ റൗണ്ടിൽ ക്വിറ്റ് ചെയ്യുന്നു, പ്രൊസീഡ് ചെയ്യുന്നു? നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാനും പ്രൊസീഡ് ചെയ്യുവാനുമുള്ള അവകാശമുണ്ട്. നിങ്ങളുടെ അവകാശത്തെ നിങ്ങൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക. ബോധപൂർവം അപകടത്തിൽ ചെന്ന് ചാടരുത്. ആദ്യ ചോദ്യം ടീം റാഫേലിനോട്. ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം ചോദിക്കുന്നതെന്ന് മുൻകൂട്ടി പറയും. ചോദ്യം ചോദിക്കുന്നത് വിജ്ഞാന മുത്തുകളിൽ നിന്ന്. നിങ്ങൾ ഏറ്റവും അധികം പഠിച്ചത് ആ ഭാഗമായിരിക്കും എന്ന് വിചാരിക്കും. ശരി, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു എന്നറിഞ്ഞാൽ കൊള്ളാം. അവരോട് ചോദിക്കരുത്. സപ്പോർട്ടിംഗ് ടീമിന് ഇനി ഒറ്റ രീതിയിൽ മാത്രമേ നിങ്ങളെ സഹായിക്കാൻ പറ്റുകയുള്ളൂ, പ്രാർത്ഥന വഴിയായി മാത്രം, മറ്റൊരു സഹായവും ഇല്ല. പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. കാരണം നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്തേ പറ്റൂ. കാരണം നിങ്ങൾ മുന്നോട്ട് പോകണ്ടേ, പോയിന്റുകൾ കിട്ടണ്ടേ. ശരി, ആദ്യത്തെ ചോദ്യം, കുർബാന എന്ന വാക്കിന്റെ അർത്ഥം? അർപ്പിക്കുക. കൃത്യമായ ഉത്തരം പറയണം. കുർബാന എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞോളൂ.
അർപ്പിക്കുക അടുപ്പിക്കുക എന്ന കെറവ് എന്ന് പറയുന്ന വ്യക്തിയും പദത്തിന് സമർപ്പണം. ഓക്കെ, ശരിയായ ഉത്തരമായിട്ട് പരിഗണിക്കുകയാണ്. അർപ്പണം എന്നുള്ള ഉത്തരവും ശരി തന്നെയായിട്ട് പരിഗണിക്കാം. തീർച്ചയായിട്ടും 10 മാർക്കുകൾ ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് വീണ്ടും നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? നമ്മൾ പ്രൊസീഡ് ചെയ്യാം. പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കും. ശരി. പൗരസ്ത്യ സുറിയാനി ആരാധന ക്രമത്തിൽ ഉപയോഗിക്കുന്ന അനാഫറകൾ ഏതൊക്കെ? സ്ലീഹന്മാരുടെ അനാഫ്ര, മാർ അറായി, മാർ മാറി ഒരു അനാഫ്ര, മാർ തയാഡോറിന്റെ അനാഫ്ര, നെസ്തറയോടിന്റെ അനാഫ്ര. ഓക്കെ, നെസ്തോറിയസിന്റെ അനാഫ്ര. ഉത്തരം അറിയാം. ശരിയായ ഉത്തരമാണ്. മാർ അദ്ദായി, മാർ മാറി സ്ലീഹന്മാരുടെ അനാഫ്ര, തേഡോറിന്റെ അനാഫ്ര, നെസ്തോറിയസിന്റെ അനാഫ്ര, മാർ. ഓക്കെ, 15 മാർക്കുകൾ കൂടി ലഭിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് 25 പോയിന്റുകൾ ലഭിച്ചിരിക്കുന്നു. ആകെ മൂന്നാമത്തെ ചോദ്യം 25 മാർക്കിന്റെ ചോദ്യമാണ്. ശരി ഉത്തരം പറഞ്ഞാൽ 25 മാർക്ക്. ഉത്തരം തെറ്റിപ്പോയാൽ 25 മാർക്കുകൾ നഷ്ടമാകും. എന്താണ് നിങ്ങളുടെ തീരുമാനം? എന്ത് തീരുമാനിച്ചു? നിങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ചു. ശരി. ഓരോ വർഷവും ഉയർപ്പ് ഞായറാഴ്ച വ്യത്യസ്ത ദിവസങ്ങളാണ്, വ്യത്യസ്ത തീയതികളിലാണ് ഉയർപ്പ് ഞായർ വരുന്നത്. ഉയർപ്പ് ഞായർ അല്ലെങ്കിൽ ഈസ്റ്റർ സൺഡേ കണക്കാക്കുന്നത് എങ്ങനെയാണ്? മാർച്ച് 21 കഴിഞ്ഞ് വരുന്ന വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച. മാർച്ച് 21 ശേഷം വരുന്ന വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയാണ്. മാർച്ച് 21 ടീം പറഞ്ഞത് മാർച്ച് 21 ശേഷം വരുന്ന വെളുത്തവാവ് കഴിഞ്ഞ ഞായറാഴ്ചയാണ്. ആ ഞായറാണ് ഈസ്റ്റർ ഞായറായിട്ട് കണക്കാക്കുന്നത് എന്നാണ്. ടീം റാഫേൽ പറഞ്ഞ ഉത്തരം ശരിയാണ്. ശരിയായ ഉത്തരമാണ്. ടീം റാഫേൽ അവസാന റൗണ്ടിൽ, അതും മെഗാ ബോണസ് റൗണ്ടിൽ, അപകടം നിറഞ്ഞ റൗണ്ടിൽ, ആ അപകടത്തെ അതിശയകരമായി അതിജീവിച്ചിരിക്കുന്നു. 50 പോയിന്റുകൾ ടീം റാഫേലിന് ലഭിച്ചിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. അടുത്തത് ടീം ഗബ്രിയലിനോടാണ്. ടീം ഗബ്രിയൽ, നിങ്ങളുടെ BP-ക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. 2 പേരുടെ ടെൻഷൻ ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. എങ്കിൽ ടെൻഷനെ എല്ലാം അതിജീവിക്കുന്ന ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ടെൻഷനുമായിട്ട് ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല. ഓക്കെ, ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. കടമുള്ള ദിവസങ്ങളിൽ പള്ളിയിൽ പോകണം, ദേവാലയത്തിൽ പോകണം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറയുന്നു, മാതാക്കളായ നിങ്ങൾ മക്കളോട് ഈ കാര്യം പറയും. സീറോ മലബാർ സഭയിൽ ഞായറാഴ്ചകൾ കൂടാതെ എത്ര കടമുള്ള ദിവസങ്ങൾ ഉണ്ട്? കൂടി ആലോചിച്ച് ഉത്തരം പറയുക. ഒരാൾ മാത്രമേ ഒരു സമയത്ത് പറയൂ. 6. ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഉത്തരം പറയാനായിട്ട് അവസരമില്ല. നിങ്ങളുടെ ഉത്തരം ശരിയാണെങ്കിൽ 10 കിട്ടും, തെറ്റാണെങ്കിൽ 10 മൈനസ് മാർക്കുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ശരിയായ ഉത്തരമാണ്. അടുത്ത ചോദ്യം വേണോ വേണ്ടയോ? പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കും. കത്തോലിക്ക സഭയിൽ കൂദാശകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ 7 എന്ന് നിങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും അറിയാം. എൻ്റെ ചോദ്യം അതല്ല. രോഗി ലേപന കൂദാശയെ സംബന്ധിക്കുന്ന പ്രതിപാദിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഏത്? പുസ്തകം, അധ്യായം, വാക്യങ്ങൾ? വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ. 14-15 തിരുവചനങ്ങൾ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം. ടീം ഗബ്രിയൽ എടുത്ത തീരുമാനം ശരിയായിരുന്നോ? പറഞ്ഞ ഉത്തരം മാർക്ക് നേടുന്നതാണോ നഷ്ടപ്പെടുത്തുന്നതാണോ? നേടുന്നതാണ്. ഉറപ്പാണ്.
അവർക്ക് കിട്ടുന്നു 15 മാർക്ക് കൂടെ. 25 മാർക്കുകൾ നിങ്ങൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ചോദ്യം 25 മാർക്കിന്റെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം, വേണോ വേണ്ടയോ? നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? തീരുമാനം എനിക്ക് അറിയേണ്ടതുണ്ട്. ക്വിറ്റ് ചെയ്യുന്നു. ക്വിറ്റ് ചെയ്യുന്നു? തീർച്ചയായിട്ടും. യെസ്, ക്വിറ്റ് ചെയ്യുന്നു. നിങ്ങളോട് ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ചോദ്യം ഞാൻ ചോദിക്കാം. അറിയാവോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കാം. വിശുദ്ധ ഗോൺസാലോ ഗാർസിയയും കൂട്ടുകാരും രക്തസാക്ഷിത്വം വഹിച്ചത് എന്ന്, വിശുദ്ധരാക്കപ്പെട്ടത് അല്ലെങ്കിൽ വിശുദ്ധരായി പ്രഖ്യാപിച്ചതെന്ന് അറിയാവോ? വർഷം കറക്റ്റായിട്ട് അറിയത്തില്ല. ഫെബ്രുവരി 5-ാം തീയതി. ഓക്കെ, വർഷം കൃത്യമായി അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് 25 പോയിന്റ് നഷ്ടപ്പെടേണ്ടതായിരുന്നു. നിങ്ങൾ ക്വിറ്റ് ചെയ്ത് നന്നായി, അല്ലെങ്കിൽ നിങ്ങളുടെ 25 പോയിന്റുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുമായിരുന്നു. ഓക്കെ, ടീം ഗബ്രിയേൽ പോയിന്റുകൾ നേടുക മാത്രമല്ല, തക്ക സമയത്ത് ഏറ്റവും ബുദ്ധിപരമായ ഒരു തീരുമാനം കൂടി അവിടെ എടുത്തിരിക്കുന്നു. ടീം ഗബ്രിയേലിന് അഭിനന്ദനങ്ങൾ. ടീം മിഖായേൽ, അടുത്ത ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളോട് ചോദിക്കുന്നതിന് മുമ്പ് വിജ്ഞാനമുത്തുകളിൽ തന്നെയാണ് നിങ്ങളോട് ചോദിക്കുന്നത്. പ്രൊസീഡ് ചെയ്യണോ, ചെയ്യുന്നു, അതോ ക്വിറ്റ് ചെയ്യുന്നു? എന്താ നിങ്ങളുടെ തീരുമാനം? പ്രൊസീഡ് ചെയ്യാം. പ്രൊസീഡ് ചെയ്യാം. എന്തായാലും ഇവിടം വരെ എത്തിയില്ലേ? ഒരു ചോദ്യമെങ്കിലും നേരിടാതെ എങ്ങനെയാണ്? യെസ്, യേശു പഠിപ്പിച്ച ദിവ്യകാരുണ്യ സ്വീകരണത്തിന്റെ ഫലങ്ങൾ ഏവ? നിത്യജീവൻ, ഐക്യം, ഉത്ഥാനം. നിത്യജീവൻ, ഐക്യം, ഉത്ഥാനം. ഉത്തരങ്ങൾ ശരിയാണ്. ടീം മിഖായലിന് 10 മാർക്കുകൾ ലഭിക്കുന്നു. അടുത്ത ചോദ്യം, എന്താണ് നിങ്ങളുടെ തീരുമാനം? നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രൊസീഡ് ചെയ്യാം. പ്രൊസീഡ് ചെയ്യാൻ തന്നെയാണ് നിങ്ങളുടെ തീരുമാനം. ചോദ്യം ഇതാണ്, മലങ്കര സഭയിലെ മെത്രാന്മാർ അവരുടെ ശിരസിൽ ഒരു ശിരോവസ്ത്രം ധരിക്കാറുണ്ട്. എന്താണ് അതിന്റെ? മസ്നബ്സ. 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 സംശയമില്ലാതെയാണ് അവർ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. കൃത്യമായ ഉത്തരമാണ്. മസ്നബ്സയാണ് ആ ശിരോവസ്ത്രത്തിന്റെ പേര്. നിങ്ങൾക്ക് 15 മാർക്കുകൾ കൂടി ലഭിക്കുന്നു. അടുത്ത ചോദ്യം 25 മാർക്കിന്റെ ചോദ്യമാണ്. എന്ത് തീരുമാനിക്കുന്നു? കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. യെസ് ഓർ നോ? ക്വിറ്റ് ചെയ്യുന്നോ, പ്രൊസീഡ് ചെയ്യുന്നു? കൂട്ടിക്കഴിഞ്ഞില്ല, കാൽക്കുലേറ്ററിന്റെ ആവശ്യമുണ്ടോ? നിങ്ങളുടെ തീരുമാനം പെട്ടെന്ന് തന്നെ നൽകേണ്ടതുണ്ട്. ക്വിസ് മാസ്റ്റർക്ക് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. യെസ്, നിങ്ങളോട് ഒഫീഷ്യൽ ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് പ്രൊസീഡ് ചെയ്യുന്നു, അത് ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യാം. പ്രൊസീഡ് ചെയ്യാനാണ് തീരുമാനം. പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. യെസ്, ചോദ്യം ഇതാ. വിശുദ്ധ ജോൺ ദെ ബ്രിട്ടോ രക്തസാക്ഷിത്വം വഹിച്ചത് എന്ന്, അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് എന്ന്? പറഞ്ഞോളൂ. 1516. തെറ്റാണ്. സമയം പൂർണ്ണമായിരിക്കുന്നു. ഇരുപത്തിയഞ്ച് മാർക്കുകൾ നഷ്ടമാകുന്നു. ടീം മിഖായല് നേടിയ ഈ മെഗാ ബോണസ് റൗണ്ടിൽ നേടിയ 25 മാർക്കുകൾ ഈ മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയാതിരുന്നത് കൊണ്ട് നഷ്ടമാകുന്നു. 25 മാർക്കുകൾ അവർക്ക് നഷ്ടമായി. 25 മാർക്കുകളാണ് അവർക്ക് ലഭിച്ചത്. റൗണ്ടുകൾ പൂർത്തിയാകും. അടുത്ത റൗണ്ടിലേക്ക്, ഘട്ടത്തിലേക്ക് ആരൊക്കെയാണ് ക്വാളിഫൈ ചെയ്തിരിക്കുന്നതെന്ന് നമുക്കിപ്പോൾ തന്നെ അറിയാം. ജോസ്മിയിലേക്ക്. ജോസ്മി. ഫെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് ഓരോ എപ്പിസോഡ് കഴിയും തോറും മത്സര ബുദ്ധിയേക്കാൾ അധികമായി ബൈബിൾ പഠിക്കാനുള്ള ആവേശവുമായാണ് അവസാനിക്കുന്നത്. ഇന്ന് ഒരു എപ്പിസോഡ് കൂടി അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് 133 പോയിന്റുമായി ടീം മിഖായേൽ.
119 പോയിന്റുമായി ടീം ഗബ്രിയേൽ 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. 98 പോയിന്റാണ് ടീം റാഫേൽ നേടിയിരിക്കുന്നത്. ടീം മിഖായേൽ 1ാം സ്ഥാനവും ടീം ഗബ്രിയേൽ 2ാം സ്ഥാനവും ടീം റാഫേൽ അഭിമാനകരമായ 3ാം സ്ഥാനവും നേടിയിരിക്കുന്നു. കുതിച്ചുചാട്ടമാണ്. അവസാനത്തെ റൗണ്ടിൽ ബഹുദൂരം മുന്നേറി അവർ തൊട്ടടുത്ത് ചെന്ന് അവരുടെ ലാപ്പ് വിജയകരമായ അഭിമാനത്തോടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അടുത്ത റൗണ്ടിലേക്ക് നിങ്ങൾ മറ്റ് 2 പേർക്കും പ്രവേശനം ഒരുക്കി സ്നേഹത്തോടെ പിൻവാങ്ങുകയാണ്. ടീം റാഫേൽ ബഹുദൂരം അവർ ഓടിയിട്ടുണ്ട്. 1ാം റൗണ്ട് വിജയകരമായി പൂർത്തിയാക്കി. 2ാം റൗണ്ട് പൊന്നിയാംകുറിശ്ശിയിൽ നിന്ന് ദീർഘദൂരം യാത്ര ചെയ്ത് മത്സരത്തോടുകൂടി, മത്സരബുദ്ധിയ അതിനേക്കാൾ ഉപരി വചനത്തോടുള്ള അഭിനിവേശം കൊണ്ട് ടീം റാഫേൽ ഇവിടെ വന്നു. 3ാം സ്ഥാനം തീർച്ചയായും ഒരു ചെറിയ സ്ഥാനമല്ല, അഭിമാനകരമായ സ്ഥാനം തന്നെയാണ്. പക്ഷേ ഈ ക്വിസിൻ്റെ നിബന്ധനയിൽ അടുത്ത ഘട്ടത്തിലേക്ക് 2 ടീമുകൾക്ക് മാത്രമേ യാത്രാ അനുമതിയുള്ളൂ എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പിൻവാങ്ങേണ്ടി വരുന്നു എന്ന് മാത്രം. ടീം റാഫേലിനെ ഷാലോം ടെലിവിഷൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഈ അഭിനന്ദനത്തിൻ്റെ സൂചകമായി ടീമിനും സപ്പോർട്ടിംഗ് ടീമിനും ഷാലോം ടെലിവിഷൻ നൽകുന്ന സമ്മാനമുണ്ട്. അതോടൊപ്പം സർട്ടിഫിക്കറ്റുമുണ്ട്. ഇത് രണ്ടും ഏറ്റുവാങ്ങുവാനായി സപ്പോർട്ടിംഗ് ടീമിനെയും അതുപോലെ തന്നെ ടീം മെമ്പേഴ്സിനെയും ക്ഷണിക്കുന്നു. മുന്നോട്ട് കയറുവേ. ലോകത്തിനു വേണ്ടിയുള്ള നമ്മുടെ നാഥയുടെ കരുണയുടെ സന്ദേശം എന്ന മനോഹരമായ പുസ്തകവും സർട്ടിഫിക്കറ്റുമാണ് ടീം റാഫേലിന് സമ്മാനമായി നൽകുന്നത്. നമ്മുടെ നാഥയുടെ കരുണയുടെ സന്ദേശം, ഈ പുസ്തകം മാതാവിൻ്റെ സ്നേഹവും കരുണയും നമുക്ക് തൊട്ടറിയാൻ സാധിക്കുന്നതാണ്. സമ്മാനം ഏറ്റുവാങ്ങാനായി മത്സരാർത്ഥികളെ ക്ഷണിക്കുന്നു. കൂട്ടിൽ വന്ന കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി വാനം പാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെരുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. കർത്താവിൻ്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ്. ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകുവാൻ വചനത്തിൻ്റെ വിളക്ക് കത്തിച്ചു നൽകുവാനായി താമരശ്ശേരി രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനും ചേർന്നുള്ള പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൻ്റെ ആവേശകരമായ ഒരു എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ ഒരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഏവർക്കും ഗുഡ് ബൈ.